ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് ഗൈസ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച വീഡിയോ ആണ് ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇന്ന് കൊണ്ടുവന്നെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വലിയ ബോക്സിലാണ് ഞാൻ ലിപ്സ്റ്റിക് ഫുൾ ഇട്ട് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ തപ്പാൻ പാടില്ല ഗൈസ്. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇട്ട് അറേഞ്ച് ചെയ്യാം. അതെനിക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഞാൻ ചെറിയൊരു ബോക്സ് ആണെങ്കിൽ അവിടെ ഞാൻ ഒരുങ്ങുന്ന റൂമിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എടുത്തിടും. അല്ല ബാക്കിയുള്ള എല്ലാം കൂടെ വാരി ഇതിനകത്ത് ഇട്ടേക്കും. കാരണം അപ്പം പിന്നെ എവിടെ കിടക്കണം എന്ന് പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഷെയ്ഡും പറഞ്ഞുതരാം. എല്ലാം കൂടെ ചുണ്ടിട്ട് കാണത്തില്ല, കാരണം ചുണ്ട് പാഴിപ്പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. ഇതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരം ഇടുന്നത്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതും ഈ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാൻ ഒരു ലിപ് ലൈനർ കൂടെ കൊടുത്തിട്ടുണ്ട്. അത്ര വ്യത്യാസമുണ്ട്. ഈ ഒരു ലിപ് കോംബോ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട്സ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്ന നമ്മുടെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് മെബ്ലിൻ്റെ ക്രയോൺ ഇങ്കിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 45 ആണ്. ഹസ്റ്റൽ ഇൻ ഹീൽ ഇതാണ് ഷെയ്ഡിന്റെ പേര്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് കല്യാണത്തിനൊക്കെ ഇതാണ് ഇട്ടുകൊണ്ട് പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര വാരി വലിച്ചൊക്കെ ഫുഡ് കഴിച്ചാൽ പോകും. നമ്മൾ സൂക്ഷിച്ച് ഫുഡൊക്കെ ഒരുവിധം നോർമലായിട്ട് കഴിക്കുന്നെങ്കിൽ ഏത് ലിപ്സ്റ്റിക്ക് നമ്മളെ ചുണ്ടി കിടക്കും. പിന്നെ ഈ സൈഡിലത്തൊക്കെ കുറച്ച് പോകും. അത് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ പോകും ഗൈസ്. അതിപ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് അടിപൊളിയാണ്. ക്രീമി മാറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്. ചുണ്ടിലിട്ടെന്ന് അറിയേയില്ല. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഞാൻ പക്ഷെ അത് അധികം ഇടാറില്ല. ഒരു ന്യൂഡ് പിങ്ക് ആ ഒരു ഷെയ്ഡാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അതിന് തന്നെ വേറൊരു ഷെയ്ഡ്. ഇത് ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. ഇത് ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റേ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. എനിക്കിത് ഇഷ്ടമാണ്. 25 ആണ് ഷെയ്ഡിന് നമ്പർ വരുന്നത്. ഞാൻ ഭയങ്കര പിങ്ക് ഷെയ്ഡിന് ഭയങ്കര ഫാനല്ല. പക്ഷെ എന്നാലും ചില സമയത്ത് പെട്ടെന്നൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് ലിപ്സ്റ്റിക്ക് അധികം വേണ്ട അങ്ങനെ അധികം വേണ്ടാതെ പോകുന്ന സ്ഥലങ്ങളില്ല. നമ്മൾ പെട്ടെന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും വലിയ കളറിൽ ലിപ്സ്റ്റിക്ക് ഇടേണ്ടതെന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. ചുണ്ടിൽ ഇട്ട ഒരു നാച്ചുറൽ പിങ്ക് കളറായിട്ട് നമുക്ക് തോന്നും. അടിപൊളി സാധനമാണ്. എനിക്കിത് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. അടുത്തതെന്ന് വെച്ചാൽ മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ലിപ്പിന്നാണ്. ഒരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇതിട്ട ലിപ് ഗ്ലോസ് ഇടേണ്ട ആവശ്യമില്ല. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിന്റെ റേഞ്ചിൽ പറഞ്ഞാൽ ഒരു അടിപൊളി ഷെയ്ഡ് ഞാൻ ഇപ്പം കണ്ടുവച്ചിട്ടുണ്ട്. പൈസ ഒരു സെറ്റാകും ആ ലിപ്സ്റ്റിക്ക് വാങ്ങണം ഗൈസ്. നല്ല റേഞ്ചുള്ള ലിപ്സ്റ്റിക്കാണ്. എനിക്ക് തോന്നുന്നത് ഒരു 899. ഇതിനാണ് ഞാൻ വാങ്ങിയത്. ഞാൻ പോത്തീസിൽ നിന്നാണ് എടുത്ത. ആ കറക്റ്റ് പ്രൈസ് തന്നെ കൊടുത്ത. ഓഫർ പ്രൈസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഒന്നും അധികം കിട്ടാറില്ല. ഓൺലൈനിൽ വാങ്ങുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് മിന്ത്രയിൽ ഓഫർ ഞാൻ കണ്ടിട്ടില്ല അധികം. ഇത് പർപ്പിളിലൊക്കെ ഇതിന്റെ ഓഫർ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതൊരു 800 സംതിങ് ആണെങ്കിൽ ഒരു 600-700 കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളി ഷെയ്ഡാണ്. ലിപ്പി എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അടുത്തതെന്ന് വെച്ചാൽ മമാത്തിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക് ആണ്. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. ഇതിട്ട ഭയങ്കര സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടിരിക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഒരു ലിപ് ലൈൻ കൂടെ കൊടുക്കുന്നെങ്കിൽ ആ ഒരു ഷെയ്ഡ് നമുക്ക് വേറൊരു കിഡിലെ ഷെയ്ഡാക്കി എടുക്കാൻ പറ്റും. ഒരു ബ്രൗൺ കളർ ലിപ് ലൈൻ കൂടെ കൊടുക്കുന്നെങ്കിൽ അടിപൊളി ഒരു ഷെയ്ഡാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇത് മമാരത്തിന്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമല്ല. ഇത് ഞാൻ എന്തിനു വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഷെയ്ഡാണ്. ഇത് ക്രിസ് ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ലിപ് ലൈൻ വെച്ച് ഇതിടണമെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടമല്ല. ഇതൊരു നമുക്ക് ഒരു ചുടുകട്ട കളർ എന്നൊക്കെ പറയൂലേ ഗൈസ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഞാൻ ഏത് കളർ പറഞ്ഞതിന് ഒരു ഓറഞ്ച് ന്യൂഡ് ഷെയ്ഡാണ് ഈ സാധനം. എനിക്ക് അതുകൊണ്ട് അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇടും. സാധനം വാങ്ങിയതല്ലേ, അപ്പോൾ ഒരു ലിപ് ലൈൻ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഏത് ഷെയ്ഡും അടിപൊളിയാക്കി എടുക്കാം ഗൈസ്. അപ്പം ഇത് അടുത്തെന്ന് വെച്ചാൽ മമാത്തിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് മമാത്തിന്റെ ഇഷ്ടമാണ്. ഇത് പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്. ഇതൊരു കാൻഡലഷ്യസ് ന്യൂഡ് അങ്ങനെയാണ്. 06 ആണ് എന്റെ ഷെയ്ഡ് നമ്പർ. പക്ഷെ ഞാൻ അത് വലുതായിട്ട് ഇടാറില്ല. അടുത്തെന്ന് വെച്ചാൽ മെബ്ലിന്റെയാണ് സൂപ്പർ സ്റ്റേ ഇങ്കിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് ഗൈസ്. അടിപൊളിയാണ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഫസ്റ്റ് ഞാൻ മെബ്ലിന്റെ വാങ്ങി കൊള്ളാം, ഈ കളർ അടിപൊളി എന്ന് തോന്നിയ ഒരു കളറാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് റൂളറാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ്. ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് നോക്കുന്നവർ ഈ ഷെയ്ഡ് എന്തായാലും മസ്റ്റ് ആയിട്ട് ബൈ ചെയ്യാം. ഈ ഷെയ്ഡല്ല, ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ ഷെയ്ഡ് നിങ്ങളെ സ്കിൻ ടോൺ നോക്കിയിട്ട് ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളി. പക്ഷേ ഇത് എന്റെ സ്കിന്നിന് അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അടുത്തതെന്ന് വെച്ചാൽ മമാരത്തിന്റെ തന്നെ വേറെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരുവിധം തീർന്നു തന്നെ പറയണം. ഇതെന്ന് വെച്ചാൽ റെഡ് ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് റെഡ് ആണ് ഗൈസ്. ഇത് നമ്മൾ ഏത് ഷെയ്ഡ് ആയാലും നമ്മൾ ഇടുന്ന അനുസരിച്ചാണ് റെഡ് കളർ ആയാലും ബ്രൈറ്റ് കളർ ആയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാനാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ലിപ് ലൈനും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഷെയ്ഡാണ്. അപ്പം നമ്മുടെ കയ്യിലാണ് ലിപ്സ്റ്റിക്കിന്റെ കളർ എങ്ങനെ ആക്കണമെന്നിരിക്കുന്നത്. അല്ലാതെ ഇട്ട അടിപൊളി ബ്രൈറ്റ് റെഡ് ആണ്. അടിപൊളി ഇങ്ങനെ എടുത്തറിയിക്കണം. നിങ്ങൾക്ക് ഭയങ്കര കളർ റെഡ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ഇത് അടിപൊളിയായിട്ട് വാങ്ങാം. അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ്. ബീറ്റ് ഇറ്റ് റെഡ് എന്നാണ് ഇതിന്റെ ഷെയ്ഡിന്റെ നെയിം വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് മമാരത്തിന്റെ തന്നെയാണ് ഗൈസ്. ഇത് അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്. ഇത് കാരമൽ ന്യൂഡ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. നമുക്ക് ചുണ്ടിലിട്ട ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് എന്ന് അറിയില്ല. പക്ഷെ ഇതൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഗൈസ്. ഈ ഭയങ്കര ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങി നോക്കാം. ഇതിന്റെ സ്കിൻ ടോൺ എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല ഗൈസ്. എന്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്. എനിക്ക് തോന്നുന്നത് മീഡിയം ടു ഡാർക്ക് സ്കിന്നിൽ വരുമ്പോൾ വാഷ് ഔട്ട് ആവാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ അല്ലാതെ ഇത് ഫെയർ സ്കിന്നിന് അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ്.
ഗൈസ് അടുത്തതെന്ന് വെച്ചാൽ മമാർത്തിന്റെ ഒരു അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഹണി ബ്ലഷ് ആണ് ഗൈസ്. അടിപൊളി ന്യൂഡ് കളറാണ്. ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. വാവ് ആണ് ഗൈസ്, വാവ് എന്ന് തന്നെ പറയണേ. കാരണം എനിക്ക് ഇത് ചുണ്ടിലിട്ടായില്ലേ നമ്മള് എന്തോന്നു ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പൊ ന്യൂഡ് കളർ ഇഷ്ടമുള്ളവർ എന്തായാലും വാങ്ങി നോക്കുക. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. ഇത് മമാരത്തിന്റെ എനിക്ക് തോന്നുന്നു ഒരു 399 ആ റേഞ്ചിൽ വന്ന ലിപ്സ്റ്റിക് കളക്ഷനിലുള്ള ലിപ്സ്റ്റിക്കാണ്. അടുത്ത ലിപ്സ്റ്റിക്കും മമാരത്തിന്റെ തന്നെയാണ് ഗൈസ്. ഇത് മമാരത്തിന്റെ ഒരു ക്രയോൺ ഇങ്കിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഈ സംഭവം എനിക്ക് ഇഷ്ടമല്ല. ലിപ്സ്റ്റിക് ഉണ്ട്, ഇതുണ്ട്, ഞാൻ അത് ഇടാറില്ല. കാരണം ഈ ഒരു റേഞ്ച് ഷെയ്ഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഷെയ്ഡ് ഇഷ്ടമല്ല, ഈ ലിപ്സ്റ്റിക്കിന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. എൻ്റെ ചുണ്ടിലിട്ട് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. ഷെയ്ഡ് അടിപൊളിയായിരുന്നു, ഈ ഷെയ്ഡ് അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ ബെറി റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് ഈ ലിപ്സിന്റെ ടെക്സ്ചർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വാങ്ങാത്തത്. പക്ഷേ കളർ അടിപൊളി കളറായിട്ട്, കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അടുത്ത ലിപ്സ്റ്റിക്ക് നമുക്ക് നോക്കാം. അടുത്തത് മമാരത്തിന്റെ തന്നെ ഗൈസ്. മമാരത്തിന് എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ ഇത് ബൈ 1 get 1 ഓഫറിന് വരുമ്പോഴാണ് കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ഷെയ്ഡ് അങ്ങ് എടുക്കും ഗൈസ്, നമുക്ക് ഭയങ്കര ലാഭമാണ് ആ സമയത്ത്. അപ്പോൾ അടുത്തത് തന്നെ റേസിൻ സ്പഞ്ചാണ് ഗൈസ്. ഇത് ഞാൻ സ്ഥിരം ഇടുന്ന ഷെയ്ഡാണ്. ലൈവിലൊക്കെ ഞാൻ വരുമ്പോൾ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. അപ്പോൾ ഉള്ള ഷെയ്ഡ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അതാണ് ഈ ഷെയ്ഡ് റേസിൻ സ്പഞ്ച്. പിന്നെ അടുത്ത അതേ ഇതിലുള്ളതാണ്, ഇത് വേറൊരു ഷെയ്ഡാണ് ഗൈസ്. മമാരത്തിന്റെ തന്നെയാണ്, പ്ലം ബഞ്ച്. റേസിൻ സ്പഞ്ചും പ്ലം ബഞ്ചും. ഇത് ഒരു നമുക്ക് ഡീപ്പ് വൈൻ കളറൊക്കെയാണ്. ഇതൊരു മെറൂൺ പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ്. അടിപൊളിയാണ്. എനിക്ക് മെറൂൺ കളറാണ് ഇടുമ്പോൾ കൂടുതൽ തോന്നുന്നത്. മെറൂൺ പിങ്ക് അങ്ങനത്തെ ഒരു കളർ എന്ന് പറയാം. എനിക്ക് ഏതാണ് അടിപൊളിയായിട്ട് ഇഷ്ടം തോന്നിയ ബ്രൈറ്റ് കളറായിട്ട് ഇടാം ഇതും, അല്ല നോർമലായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഷെയ്ഡ് എന്തോന്ന് ചോദിക്കുമല്ലോ, ആ ഒരു ഷെയ്ഡായിട്ട് ഇടാൻ പ്ലം ബഞ്ചാണ് ഇഷ്ടം. ഇത് രണ്ടും ഏകദേശം ഒരുവിധം ഒരേപോലത്തെ കളറാണെങ്കിലും ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഇതൊരു മെറൂൺ ടച്ച് കൂടുതൽ എടുത്ത് കാണിക്കും, ഇത് നല്ല വൈൻ ടച്ച് അടിപൊളിയായിട്ട് എടുത്താണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ മമാരത്തിൻ്റെ. അടുത്തെന്ന് വെച്ചാൽ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് അധികം വാങ്ങാത്ത ഒരാളാണ്. എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെടും, എന്നാലും എനിക്ക് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് വാങ്ങാൻ തോന്നാറില്ല, അതെന്തോ. പിന്നെ ഞാൻ ഖൂബ്സൂരത്ത് കുച്ചിപ്പൊടി എന്ന് പറയുന്ന ഷെയ്ഡ് വാങ്ങിയത്. ആ ഷെയ്ഡ് ഇവിടെ കാണാനില്ല ഗൈസ്, എടുത്ത് എവിടെയും കൊണ്ടിട്ട്. പക്ഷേ അത് കൊള്ളാം, അടിപൊളി ലിപ്സ്റ്റിക്കാണ്, അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ണടച്ചൊരു അടിപൊളി ഷെയ്ഡ് വാങ്ങുന്നത് ഖൂബ്സൂരത്ത് കുച്ചിപ്പൊടി വാങ്ങിക്കും, അടിപൊളി ഷെയ്ഡാണ്. അടുത്തത് ഈ മാഴ്സിൻ്റെ ചോക്ലേറ്റ് ബ്രൗണോ, ചോക്ലേറ്റ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. 05 ആണ്. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന്റെ റിവ്യൂ ഇട്ടായിരുന്നു. പക്ഷേ സാധനത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആവും ഗൈസ്. ചുണ്ട് ഭയങ്കര രീതിയിൽ ഡ്രൈ ചെയ്യുന്നൊരു സാധനമാണ് നമ്മളെ ചുണ്ട്. അപ്പം ഞാനിത് അധികം ഇടാറില്ല ഗൈസ്. സംഭവം കാണിച്ചു തരാം. പക്ഷെ അടിപൊളി കളറാണ്, നല്ല കളറാണ്, അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിന്റെ കളറാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അടുത്തത് മെബിലിന്റെ സൂപ്പർ സ്റ്റേയിലെ അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഷെയ്ഡ് വരുന്നത് സീക്കർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് അടിപൊളിയാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഇതൊരു മെറൂൺ റെഡ് അങ്ങനത്തേക്ക് വരുന്നൊരു ഷെയ്ഡാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു ഷെയ്ഡാണ്. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഷെയ്ഡ് ഇട്ട് കാണിച്ചു തരണം, ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം ഗൈസ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഇത് ഇട്ടും കൂടെ കാണിച്ചു തരണമെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഷെയ്ഡിന്റെ പേരും പറഞ്ഞു തന്ന് എൻ്റെ ഉള്ള ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. അടുത്തതെന്ന് വെച്ചാൽ ലാക്മേരയാണ്. ഇത് ലാക്മേര ഓറഞ്ച് ടാങ്കോ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് പക്ക ഓറഞ്ച് കളറാണ് ഗൈസ്. ഞാൻ ഇത് എന്തിന് വാങ്ങിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഓറഞ്ച് ഷെയ്ഡാണെങ്കിൽ നമുക്കൊരു ബ്രൗൺ ലിപ് ലൈനർ ഒക്കെ കൊടുക്കുന്നെങ്കിൽ ഒരു നല്ലൊരു കളറാക്കി എടുക്കാം. ഞാൻ അത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല, ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനത്തെ കളർ ഇടാൻ ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ഉപയോഗിക്കില്ല, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇത് അത്രേ ഉള്ളൂ. അടുത്ത ലിപ്സ്റ്റിക്ക് മെബിലിൻ്റെ ആണ് ഗൈസ്. മെബിലിൻ്റെ എന്ന് വെച്ചാൽ ഇതൊരു എന്തൊരു പ്രത്യേകമായിട്ടൊരു ഷെയ്ഡാണ് ഗൈസ്. ഷെയ്ഡ് നമ്പർ വരുന്നത് 175 ആണ്. ഈ സാധനം ഞാനിത് എനിക്ക് ഇഷ്ടമല്ലാതെ വാങ്ങിയതല്ല, പക്ഷേ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം ഷെയ്ഡ് മാറിപ്പോയതാണ്. ഈ ഷെയ്ഡ് ഞാൻ അധികം ഇടാറില്ല ഗൈസ്. ഇതൊരു പ്രത്യേക ഷെയ്ഡാണ്, എനിക്ക് വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. ലിപ് ലൈനർ ഉപയോഗിച്ചാൽ ഓക്കെ ആക്കി എടുക്കാം. എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. ഞാൻ ഫസ്റ്റ് മെബിലിൻ്റെ വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്, അതിന് ശേഷമാണ് ആ റൂളർ വാങ്ങിയത്. ആദ്യം ഷെയ്ഡ് നോക്കി വാങ്ങിയ സാധനം തേഞ്ഞു പോയി. പിന്നെ ഞാൻ എൻ്റെ ഒരുപാട് റിവ്യൂ നോക്കിയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് ചേരും. ഒരുവിധം എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും ഞാൻ എൻ്റെ സ്കിന്നിന് ചേരുന്നതാണ്. എനിക്ക് ഇത് വെറുതെ ഇടാൻ കൊള്ളൂല. ഒരു ലിപ് ലൈനർ ഉപയോഗിച്ചാൽ ഓക്കെയാണ്. എന്നാലും എനിക്ക് അത്രയ്ക്ക് ഭയങ്കര നമ്മൾ ഫസ്റ്റ് ഒരു ഷെയ്ഡ് കണ്ട് വാങ്ങി ആഗ്രഹിച്ച് വാങ്ങുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് ചീറ്റി പോകുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ, അത് ഈ ഷെയ്ഡിൽ എനിക്ക് നല്ല രീതിയിലുണ്ട്. അടുത്തെന്ന് വെച്ചാൽ എൻവൈബിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഏതോ ഒരു യൂട്യൂബറിൻ്റെ റിവ്യൂ എന്തോ കണ്ട് എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് നോക്കി വാങ്ങിയതാണ്. പക്ഷേ ഞാൻ കണ്ട കളർ ഇതല്ല. പക്ഷേ ഈ കളർ വന്നപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കളറായി. ഭയങ്കര സ്കിൻ ബ്രൈറ്റ് ചെയ്യുന്ന ഒരു കളറാണ് ഗൈസ്. ഇത് ഞാൻ സ്കിന്നിടുമെങ്കിൽ നമ്മളിലെ കുട്ടിയടിച്ച ലെവലിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു കളർ കിട്ടും ഫേസിന്. അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതും ഡ്രൈ ആവും ഗൈസ്. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഭയങ്കര രീതിയിൽ ഡ്രൈ ആവും. എനിക്ക് അതുകൊണ്ട് അത്ര ഞാൻ വെളിയിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ തോന്നിയ സമയം നിൽക്കുന്ന സ്ഥലത്ത് പോകില്ല, അപ്പോഴും ഞാൻ ഇടൂല. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരുമല്ലോ, ആ ടൈമിൽ ഞാൻ ഇതിടും. അടുത്തതെന്ന് വെച്ചാൽ ലാക്മേര ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. എൻ്റെ ഒരു ലാക്മേര മെബിലിൻ്റെയും മമാർത്തിൻ്റെയൊക്കെയാണ് കൂടുതലുള്ളത്. ലാക്മേര ഇതൊരു പ്രൈമർ മാറ്റിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഗൈസ്. വൈൻ ഷെയ്ഡാണ് ഇത്. ക്രിസ്പ് വൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. അടിപൊളിയാണ്, സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ഗൈസ്. മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയും. കാരണം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ ഷെയ്ഡ് ആർക്കും വാഷ് ഔട്ട് ആവില്ല, എല്ലാ സ്കിന്നിനും പറ്റുന്ന ഷെയ്ഡാണ്. നമുക്ക് ഭയങ്കര ഡീപ്പ് സ്കിന്നുള്ളവർ നമ്മൾ ഈ ഷെയ്ഡ് എങ്ങനെയാണെന്ന് നോക്കാനാണ്. നമ്മളിപ്പോൾ ഒരു ഷെയ്ഡ് വാങ്ങി നമുക്ക് ഇപ്പോൾ ഓക്കെ അല്ലെങ്കിൽ ചില ഷെയ്ഡുകൾ നമുക്ക് ലൈറ്റായിട്ട് ഇട്ടാൽ അടിപൊളിയായിരിക്കും, ചില ഷെയ്ഡ് നമുക്ക് ഡാർക്കായിട്ട് ഇട്ടാൽ അടിപൊളിയായിരിക്കും, ചില ലിപ് ലൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ഷെയ്ഡ് നമ്മളൊക്കെ കിട്ടുമ്പോൾ
നമുക്ക് ലൈറ്റ് ആയിട്ട് ഇട്ടാലാണ് ഭംഗിയുള്ളത്, ഡാർക്ക് ആയിട്ട് ഇട്ടാണ് ഭംഗിയുള്ളത് നോക്കിയെടുക്കുക. എനിക്കിത് എങ്ങനെ ഇട്ടാലും ഭംഗിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡ്, അടിപൊളിയാണ്. എനിക്ക് വൈൻ ഷെയ്ഡുകൾ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഇട്ടാലും ചേരും, അതുകൊണ്ട് കുഴപ്പമില്ല. വൈൻ, റെഡ്, മെറൂൺ അങ്ങനത്തെ ഷെയ്ഡ്. ഒരു പിങ്ക് ഷെയ്ഡ് വരുമ്പോഴാണ് എനിക്ക് പണി കിട്ടാറുള്ളത്. അടുത്തെന്ന് വെച്ചാൽ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് പർപ്പിളിൽ നിന്ന് ഞാൻ ഷുഗറിൻ്റെ 2 ലിപ്സ്റ്റിക്ക് വാങ്ങിയായിരുന്നു. ഒരു കാണിച്ചാൽ ഈ റേഞ്ചിൽ വരുന്ന 2 ലിപ്സ്റ്റിക്ക് വാങ്ങിയായിരുന്നു. മാറ്റ് അറ്റാക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്കിൽ വരുന്ന 2 ലിപ്സ്റ്റിക്ക് വാങ്ങിയായിരുന്നു. ഒന്ന് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഏതോ ഒരു റെഡാണ്, അത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് തീർത്ത് ഗൈസ്. അടിപൊളി റെഡ് ലിപ്സ്റ്റിക്കാണ്, ചില്ലി റെഡോ എന്തോ റെഡായിരുന്നു. ഇതിന്റെ ഷെയ്ഡ് വരുന്ന ഷെയ്ഡ് നമ്പർ 42 ആണ് ഗൈസ്. അടിപൊളി ഷെയ്ഡാണ്. ഇതും ഭയങ്കര ഒരു ലൈറ്റ് ആയിട്ടിട്ടാൽ ഭയങ്കര വൈൻ ഷെയ്ഡാണ് ഗൈസ്, നല്ലൊരു വൈൻ ഷെയ്ഡാണ്. ഡാർക്ക് ആയിട്ടോ ഭയങ്കര ഡീപ്പ് വൈനും മെറൂണും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുത്തടിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ, അത് തോന്നും. ഇത് ഇത്ര ഡീപ്പായിട്ട് അത്ര കൊള്ളൂല, പക്ഷേ ലൈറ്റ് ആയിട്ട് അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. അടുത്ത ഇതെന്ന് വെച്ചാൽ ന്യൂഡ് ഷെയ്ഡാണ്, കുഴപ്പമില്ല. ഒരു ലിപ് ലൈനൊക്കെ വെച്ച് നോക്കിയാൽ അടിപൊളി ന്യൂഡ് ഷെയ്ഡാണെന്ന് പറയാം. എനിക്ക് ഇതിന്റെ റെഡ് ഷെയ്ഡാണ് അടിപൊളിയാണ്, ഞാൻ ഇട്ട് തീർത്തു. അതായിരുന്നു ഞാൻ സ്ഥിരം, ഞാൻ ഈ ഇപ്പം കാണിച്ചൊരു മെബിലിന്റെ ഫസ്റ്റ് കാണിച്ച ലിപ്സ്റ്റിക്കില്ലേ, അത് കണക്ക് ഞാൻ സ്ഥിരം ഇട്ടുകൊണ്ട് നടക്കുന്ന റെഡ് ഷെയ്ഡായിരുന്നു അത്. ഞാൻ അതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ ഞാൻ ഇത് യൂട്യൂബിൽ വീഡിയോ ഇറങ്ങിയ സമയത്ത് ആ ഒരു ഷുഗറിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്, കാരണം അത്രയ്ക്ക് അടിപൊളി റെഡ് ഷെയ്ഡാണ് ഗൈസ്, അടിപൊളിയാണ്. ഇനി റെഡ് അല്ല, ഭയങ്കര ഡീപ്പ് റെഡ് അല്ല, എനിക്ക് അടിപൊളി റെഡ് ഷെയ്ഡാണ്. അടുത്തതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ലാക്മേയുടെ ഒരു വൈൻ ഷെയ്ഡില്ലേ, അതിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്. ഇത് അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കണക്കത്തെ വേറൊരു ഷെയ്ഡും കൂടെ കാണിച്ചു തരാം. ഇതും ലാക്മേയുടെ തന്നെ, ഇതും ഇതേ കണക്കത്തെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതെന്ന് വെച്ചാൽ ന്യൂഡ് ട്വിസ്റ്റും ഇത് ബ്രിക്ക് ന്യൂഡും ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ബ്രിക്ക് ന്യൂഡും ഇത് ന്യൂഡ് ട്വിസ്റ്റും ആണ്. ഇതെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ടെക്സ്ചറിലാണ് വ്യത്യാസം. ഇത് പ്രൈമർ മാറ്റിൻ്റെയാണ്, ഇത് നോർമൽ നമ്മൾ ലാക്മേർ അല്ലാത്ത ലിപ്സ്റ്റിക്കില്ലേ ഇതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും അടിപൊളി ഏതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടമാണ്, ഈ ഷെയ്ഡും ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഏതാണ് അടിപൊളി ഷെയ്ഡ് എന്ന് പറയത്തില്ല, ഇത് രണ്ടും ഒരുവിധം ഒരേ ഷെയ്ഡാണ്. വില കൂടുതൽ ഇതിനാണെന്ന് തോന്നുന്നു. ഇപ്പം ഇതിനും നല്ല റേഞ്ചായി വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ആളായതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും ഷെയ്ഡ് ഞാൻ ഇപ്പോൾ റേറ്റ് എത്രയാണെന്ന് നോക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ അടിപൊളി ന്യൂഡ് ഷെയ്ഡ് വാങ്ങുന്നെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും പോയി വാങ്ങിക്കുക ഗൈസ്. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. ഇതിൽ ഏതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. റേഞ്ച് വെച്ച് നോക്കുന്നതെങ്കിൽ കുറച്ച് അഫോർഡബിൾ ഇതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചും കൂടെ പ്രൈസ് ഉണ്ട്, പക്ഷേ ഓഫറിന് രണ്ടിനും ഓഫർ വരും. അപ്പോൾ നിങ്ങൾ ഓഫർ നോക്കി വാങ്ങാം. ഇതിന്റെ പേരെന്ന് വെച്ചാൽ ബ്രിക്ക് ന്യൂഡും ഇത് ന്യൂഡ് ട്വിസ്റ്റും. അടിപൊളി ന്യൂഡ്, അത് രണ്ടും ഒരേ കളറാണ്. ഇതിന്റെ ആൻസർ കണ്ട, ഇത് രണ്ടും ഒരേ കളറാണ്, വലിയ ഒരു വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വാങ്ങിയാലും അടിപൊളിയായിരിക്കും. ഇത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ അനിയത്തി ഉപയോഗിക്കുന്നതാണ്. അടുത്തെന്ന് വെച്ചാൽ ഗുഡ് വൈബ്സിന്റെ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഗുഡ് വൈബ്സിന്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്ത് ഞാൻ പോയി വാങ്ങിയാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡസ്റ്റി റോസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. ഇത് ഞാൻ ഉപയോഗിച്ച് തീർത്ത സാധനമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇതും സ്കിന്നിട്ട ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചാൽ തീർന്ന സംഭവം. ഇത് കൊള്ളാം, നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ ഇത് ഭയങ്കര കട്ടിക്കിടരുത് കേട്ടോ, കുറച്ച് ലൈറ്റായിട്ട് ഇടണം. എനിക്കിത് ഭയങ്കര കട്ടിക്കിടുന്ന നല്ല ഇഷ്ടം. ഇത് ഒരുവിധം തീർന്ന് ഇപ്പോൾ കയ്യിലായി, ഞാൻ വരയ്ക്കണമെന്ന് വിചാരിച്ചത്. ഈ ലിപ്സ്റ്റിക്ക് കയ്യിലിട്ട് വരച്ചെന്നുള്ള കുഴപ്പമൊന്നും, ഈ സാധനം ചുരണ്ടികളൊക്കെ ഭയങ്കര പാടാ. മിക്കുള്ള ലിപ്സ്റ്റിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ളതാ. അപ്പം ഈ കയ്യിൽ തന്നെ പോകാൻ നല്ല രീതിയിൽ ഞാൻ പാടുണ്ട്. ചുണ്ടിനെയും കാട്ടി പാടുണ്ട് കയ്യിൽ പോകാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എണ്ണ അയച്ചാലും ഈ മെബിലിന്റെ ഒക്കെ അവിടെ തന്നെ കിടക്കും ഇങ്ങനെ പറ്റിപ്പിടിച്ച്. അടുത്തതെന്ന് വെച്ചാൽ മെബിലിന്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, ഷെയ്ഡ് ആമസോണി. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു ഷെയ്ഡാണ്. നിങ്ങൾ അടിപൊളി ന്യൂഡ് ഷെയ്ഡ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ന്യൂഡ് ഷെയ്ഡ് വേണമെന്നുള്ളവർ ഇത് വാങ്ങിക്കോ, കണ്ണടച്ച് വാങ്ങിക്കോ. ആമസോണിയാണ് ഷെയ്ഡ്, അടിപൊളി സാധനമാണ്. അടുത്തതെന്ന് വെച്ചാൽ മമാരത്തിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇത് തീർന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം, കാരണം ഇത് ഉണ്ടാകുന്ന സമയത്ത് ഒരു ലിപ്സ്റ്റിക്കും ഇടാതെ ഇത് മാത്രം ഇട്ടുകൊണ്ട് നടന്ന ഞാനാണ് ഗൈസ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. ഇതെനിക്ക് വീണ്ടും വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അടുത്തത് മമാരത്തിന്റെ ഒരു ഷെയ്ഡാണ് ഗൈസ്, ഹാസൽനട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇത് നമ്മൾ സ്കിന്നിൽ ഇട്ടാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്കിന്നിൽ ഇട്ടാൽ നമുക്ക് ലിപ്സ്റ്റിക് കിട്ടുന്ന ഒരു ഫീല് നമുക്ക് തോന്നൂല. കാരണം നമ്മുടെ സ്കിന്നുമായിട്ട് നമ്മൾ ചിലവർക്ക് ഈ ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ല, കാരണം ഇട്ടെന്ന് തോന്നേയില്ല, എനിക്ക് ഇട്ടിട്ടുണ്ട് അതേ ഒരു ഫീലാണ്. എനിക്ക് സ്കിൻ ഇടുമ്പോൾ എൻ്റെ സ്കിൻ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് തോന്നുന്ന പലരും സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇതിന്റെ ഷെയ്ഡ് മാറും ഗൈസ്. എന്നാലും ചുണ്ടി ലിപ്സ്റ്റിക് ഇടണം, പക്ഷേ ഇട്ടെന്ന് ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഷെയ്ഡാണിത്. അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇരിക്കുന്ന ലോട്ടസിന്റെ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരു ടൈമിൽ ലോട്ടസിന്റെ ലിപ്സ്റ്റിക് ഒരുപാട് എൻ്റെ ഉണ്ടായിരുന്നു ഗൈസ്. ആ സമയത്തുണ്ടായിരുന്നു. എനിക്ക് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ലോട്ടസിന്റെ എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ ടെക്സ്ചർ ഇഷ്ടമല്ല. ചുണ്ടി ഇട്ട് 2 മണിക്കൂറാകുമ്പോൾ തന്നെ ചുണ്ടിന്ന് പകുതിയും പോകും. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ലിപ്സ്റ്റിക് ഇഷ്ടമല്ല, പക്ഷേ ഷെയ്ഡ് ഇഷ്ടമാണ്. ഇനി ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അതൊക്കെ ഞാൻ അൽഫിക്കാൻ കൊടുത്തായിരുന്നു. ഞാൻ അൽഫി ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് എൻ്റെ ലോട്ടസിന്റെ എല്ലാ ലിപ്സ്റ്റിക്കും എടുത്ത് കൊടുത്തായിരുന്നു, കാരണം ഞാൻ അത് ഇടാറേ ഇല്ല. പിന്നെ ഇടുന്നവരെങ്കിലും ഇടട്ടെന്ന് വിചാരിച്ചു. അത് തീർന്ന ശേഷമാണ് അവൾ സ്വന്തം ലിപ്സ്റ്റിക് വാങ്ങാൻ തുടങ്ങിയത്. അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇരിക്കുന്ന ഒരു ലിപ് ലൈനറാണ്. വേറെ ലിപ് ലൈനറും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എടുത്തോണ്ട് വന്നോ എവിടെ പോയെന്ന് അറിയത്തില്ല, കാണാനില്ല. ഇത് ഡീപ്പ് മാങ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. മറ്റേ ലിപ് ലൈനർ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അവിടെ വെച്ചേക്കുന്നത്. അതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഇത് അടിപൊളി ലിപ് ലൈനറാണ്.
അടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഉള്ള 2 ലിപ് ബാം ആണ്. ഇത് ഞാൻ ഒരെണ്ണം ഇട്ട് തീർന്നതാണ്, ഒരു ബീട്രൂട്ടിന്റെ. ഇത് കൊള്ളായിരുന്നു, പക്ഷെ ചെറിയ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മമാരത്തിന്റെ. അത് ചുണ്ടിലിടുമ്പം ചുണ്ട് ഒരുമാതിരി എന്തോ ഒരു ഫീൽ വരുന്നു, തരി എന്നൊരു ഫീൽ വരുന്നു ചുണ്ടില്. അതുകൊണ്ട് ഞാൻ ഈ ലിപ് ബാം ഉപയോഗിക്കൽ നിർത്തി ഗൈസ്. ഇത് ഞാൻ പിന്നെ എൻ്റെ ബോക്സിനകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കൊള്ളൂല ഗൈസ്. ഇപ്പൊ ഈ മമാരത്തിന്റെ ഈ റേഞ്ചിലുള്ള ലിപ് ബാം ഒന്നും കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊരു ലിപ് ഗ്ലോസ് ആണ്. ലാസ്റ്റ് ഞാൻ ലിപ് ഗ്ലോസ് അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ്. പിന്നെ ലിപ് ഗ്ലോസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാൻ തോന്നില്ല, അങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പം എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ എല്ലാം കൂടെ കൂട്ടി എനിക്കൊന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡ് മാത്രം ഒരു 10-29 വരും. പിന്നെ 2 ലിപ് ലൈനർ, പിന്നെ ലിപ് ഗ്ലോസ്, അതെല്ലാം കൂടെ 10-32 ഷെയ്ഡ് കാണും ഫുൾ ആയിട്ട്, ലിപ്പിന്റെ പ്രൊഡക്റ്റ് മാത്രമായിട്ട്. പിന്നെ വേറെ ലിപ് ബാം സെപ്പറേറ്റ് ഉണ്ട് ഗൈസ്, അത് ഞാൻ കാണിച്ചില്ല. ഇത് ടിൻറ്റഡ് ലിപ് ബാം ആയതുകൊണ്ടാണ് ഇത് കൂടാൻ കാണിച്ചത്. പിന്നെ ഡോട്ട് ആൻഡ് കീ ഒരു ടിൻറ്റഡും ഉണ്ട് ഗൈസ്, അത് ഞാൻ ഇട്ടിട്ട് അവിടെ വെച്ചേക്കുന്നത്. ആ ഒരു ലിപ് ബാം കൂടെ എൻ്റെ ഉണ്ട്. കാരണം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ടിൻറ്റഡ് ലിപ് ബാം ആണ്. എനിക്ക് ലിപ്സ്റ്റിക് കണക്ക് ടിൻറ്റഡ് ലിപ് ബാം ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇരിക്കുന്ന ലിപ്സ്റ്റിക് കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.